ഹായ്, ബിഗ് 3 ഇല്ലാതെ ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫിക്ക്. ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള അവസാന ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ മിസ്സാവുന്നത് ഒരു ബിഗ് നെയിം കൂടിയാണ്, മിച്ചൽ സ്റ്റാർക്ക്. ഇതോടുകൂടി ഓസ്ട്രേലിയയുടെ ബിഗ് 3-ലെ 3 പേരും ഈ ചാമ്പ്യൻസ് ട്രോഫി കളിക്കില്ലെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. മിച്ചൽ സ്റ്റാർക്ക്, കമ്മിൻസ് ആൻഡ് ഹേസൽവുഡ് 3 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടോപ്പ് ലെവൽ പേസ് ബോളേഴ്സിനാണ് ഓസ്ട്രേലിയക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് നഷ്ടമാകാൻ പോകുന്നത്. ഓസ്ട്രേലിയയുടെ ചാമ്പ്യൻസ് ട്രോഫി പ്രതീക്ഷകൾക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ 3 പേസ് ബോളേഴ്സ് ഒരുമിച്ച് മിസ്സാവുന്നത്. നേരത്തെ മിച്ചൽ മാർഷ് പരിക്ക് മൂലം റൂൾഡ് ഔട്ട് ആയിരുന്നു. അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോയിനിസ് പെട്ടെന്ന് തന്നെ ODI ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ ഓസ്ട്രേലിയക്ക് 5 പ്ലേയേഴ്സിനാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അവർക്ക് വേണ്ടി പെർഫോം ചെയ്തിട്ടുള്ള കീ ആയിട്ടുള്ള 5 പ്ലേയേഴ്സിനാണ് ഓസ്ട്രേലിയക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ മൊത്തത്തിൽ മിസ്സാവാൻ പോകുന്നത്. മിച്ചൽ സ്റ്റാർക്ക് എന്തോ ഒരു പേഴ്സണൽ റീസൺസിൻ്റെ പേരിലാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് ഒഴിവായിരിക്കുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ സെലക്ടർ ജോർജ് ബെയ്ലി ഈ മിച്ചൽ സ്റ്റാർക്കിൻ്റെ തീരുമാനത്തിന് പൂർണ്ണമായി റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും, മിച്ചൽ സ്റ്റാർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുന്നത് വലിയ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പ്ലെയറാണ് മിച്ചൽ സ്റ്റാർക്ക്. അപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് ഒരു പേഴ്സണൽ റീസൺ പറയുമ്പോൾ അത് വാലിഡ് ആണ്. ഓസ്ട്രേലിയൻ സെലക്ടേഴ്സ് അത് 100% റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീവ് സ്മിത്ത് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്റ്റൻ അല്ല, കമ്മിൻസിനെ പോലെ തന്നെ നല്ലൊരു ക്യാപ്റ്റൻ തന്നെയാണ്. അതുകൊണ്ട് ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് വലിയ ഇഷ്യൂ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ 5 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് പോകുന്ന ഒരു നഷ്ടമാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഫ്രഷ് ആയിട്ട് വരുന്ന യങ് പ്ലെയേഴ്സാണ് ടീമിലേക്ക് വരുന്നത്. അപ്പോൾ അവരെ റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു ടൈം എതിർ ടീമുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സൈഡിൽ. അതുപോലെ തന്നെ ഓൾറെഡി ഇവരുടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോറുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്റ്റീവ് സ്മിത്ത്, ലബുഷെയ്ൻ, പിന്നെ ഹെഡ്, ഇവരൊക്കെ ഓൾറെഡി ടീമിലുണ്ട്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഈ ഫ്രഷേഴ്സും കൂടെ അല്ലെങ്കിൽ ഈ ഒരു പുതിയ താരങ്ങളും കൂടെ വരുമ്പോഴത്തേക്ക് അതൊരു പുതിയ ഡയമെൻഷൻ ടീമിന് തരുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഓസ്ട്രേലിയ ഒരു ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ടീമല്ല, ഒരു പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ കാണുന്നൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഓസ്ട്രേലിയക്ക് ഇവരൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പായിട്ട് 2 ഏകദിനങ്ങൾ ഇവർ ശ്രീലങ്കയിൽ കളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പുതിയ പ്ലേയേഴ്സിനൊന്ന് ജെല്ലാവാനും അതുപോലെ തന്നെ പുതിയ പ്ലേയേഴ്സിനെ വെച്ചിട്ടുള്ള സ്ട്രാറ്റജീസും പ്ലാൻസും ഒക്കെ ക്യാപ്റ്റനും കോച്ചിനും പ്ലാൻ ചെയ്യാനും ഒക്കെ ഉള്ള അധികം സമയമില്ലെങ്കിൽ പോലും ഒരു കുറച്ച് അവസരം അവർക്ക് കിട്ടും. എന്തായാലും ഈ ഒരു ഓസ്ട്രേലിയൻ ടീമിലെ ഈ ഒരു അവസരത്തിൽ പോലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. സ്റ്റീവ് സ്മിത്ത് ഒരു മികച്ച ക്യാപ്റ്റനാണ്. പോരാത്തതിന് ഹെഡ്, ലബുഷെയ്ൻ, അങ്ങനെ ഒരുപാട് മാച്ച് വിന്നേഴ്സ് ഇപ്പോഴും അവരുടെ ടീമിലുണ്ട്. ആദം സാംബയുണ്ട്. അതുപോലെ തന്നെ എങ്ങാണ്ടുള്ള പുതിയ പ്ലേയേഴ്സിനെ വെച്ച് അവരെങ്ങനെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്നു, എങ്ങനെ ഈ ടൂർണമെൻറ്റിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് കൗതുകം ശരിക്കും എനിക്കുണ്ട്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.